കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് കണ്ണൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പന് ശുദ്ധി ചടങ്ങുകളായിരുന്നു. അത് കഴിഞ്ഞ് 25 കലശം, അതെല്ലാം കഴിഞ്ഞ് വളരെ എന്താ പറയുക, അത്യധികം ശക്തി സ്വരൂപനായിട്ടാണ് ഇന്നത്തെ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു നിൽപ്പേ. അപ്പോൾ അതിലേത് രൂപത്തിലാണെങ്കിലും ആ കളഭാലങ്കാരം നമ്മൾ കണ്ട് ദർശിച്ചാൽ അത്രയും അനുഗ്രഹമാണ്. അപ്പോൾ നമുക്കെന്തായാലും വാക്കിലൂടെയെങ്കിലും ദർശിക്കാനായിട്ട് സാധിച്ചാൽ തന്നെ പുണ്യം തന്നെയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. നിറയെ കല്യാണങ്ങളും 200 ചില്ലാനം കല്യാണങ്ങളൊക്കെയാണ്. 5 മണ്ഡപങ്ങളൊക്കെ ആയിരുന്നു. രാവിലെയൊക്കെ വളരെ അധികം തിരക്കായിരുന്നു. 6 മണിക്കൂറും 8 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കുന്ന ആളുകളായിരുന്നു ഇന്നത്തെ അവസ്ഥ. എങ്ങനെയായാലും നമ്മൾ ഉച്ചപൂജ തൊഴാനായിട്ട് ഇങ്ങനെ പോകുന്ന ഗോപുരവാതിൽ കടന്നു. അകത്തേക്ക് കയറുമ്പോൾ ആ കൊടിമരവും അതേപോലെ അതിനുള്ള മുന്നിലുള്ള വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും അതിൻ്റെ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ അങ്ങനെ തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് വലതുവശത്തെ ആദ്യത്തെ തൂണും കണ്ട് മനസ്സിൽ നരസിംഹസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ നെയ്വിളക്കിലിൻ്റെ പ്രഭയും അങ്ങനെ കാണാണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു പാമ്പിനെ കാണുന്നു. 3 തലയുണ്ട്. ഇന്ന് കാളിയൻ പാമ്പിൻ്റെ ആ കാളിയമർദ്ദന രൂപിയായിട്ടാട്ടോ. അപ്പോൾ ആ 3 തലയുള്ള കാളിയൻ പാമ്പിനെ അതിൻ്റെ മുകളിലിങ്ങനെ ഫണത്തിൻ്റെ മുകളിൽ ഇടത്തെ കാല് അമർത്തി ചവിട്ടി വലത്തെ കാല് ഇങ്ങനെ പൊന്തിച്ച് നിൽക്കുന്ന നൃത്തം ചവിട്ടുകയാണ്. അപ്പോൾ ആ കാൽത്തളകൾ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ചെറിയ ഉണ്ണി തന്നെയാണ്. അത്യാവശ്യം ഒരേപോലത്തെ തടിയൊക്കെ ഉള്ള ഒരേപോലത്തെ ഒരു ഉണ്ണി. അത് നല്ല പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ്. പാമ്പിൻ്റെ തലയിൽ ആ ചവിട്ടണമെന്നൊന്നും ചിന്തിക്കണില്ല. അങ്ങനത്തെ ഒരു രൂപത്തിലാണ്. അങ്ങനെ അരമണി കാണാണ്ട് അതേ മുകളിലേക്ക് നോക്കിയാൽ മാറിലെ ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലിങ്ങനെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിടണം. ഇടത്തെ കയ്യിൽ ആ കാളിയമ്പാമ്പിൻ്റെ വാലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചാടിയാലും വീഴൊന്നുമില്ല. അതാണ്. അപ്പോൾ നൃത്തം ചെയ്യുന്നതിൻ്റെ ആ ഒരു താളത്തിലാണ് ആ ഓടക്കുഴലൊന്ന് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതാണ് നല്ല രസമായിട്ടുള്ള കാഴ്ച. മുഖത്തേക്ക് നോക്കിയാലോ സന്തോഷം. ആകെ ശക്തി സ്വരൂപമായിട്ടുള്ള സമയമാണ്. അതും കൂടി അയക്കുമ്പോൾ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം കാണാണ്ട്, പിന്നെ കളഭം കൊണ്ട് 3 പീലികൾ ചാർത്തിയിട്ടുണ്ട്. അതും ഇങ്ങനെ നല്ല തിളങ്ങി നിൽക്കണം. അതിൻ്റെ മുകളിൽ പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്. തിരുമുടിമാല ഒരെണ്ണമാണ്. അത് വെളുത്ത പൂവ്, തെച്ചി, തുളസി അങ്ങനെ. അതേപോലെ ഉണ്ടമാലയും വലിയൊരു ഉണ്ടമാലയാണ്. അതും വെളുത്ത പൂവ് കൂടുതലും പിന്നെ തുളസി, തെച്ചിയായിട്ട് അങ്ങനെ. ഒരു തിരുമുടിമാലയും ഒരു ഉണ്ടമാലയാണ്. അങ്ങനെ കാതിൽ ചെവിപ്പൂക്കളൊക്കെ കാണാണ്ട് വളരെ രസകരമായ ഒരു കാഴ്ച. കാളിയമ്പാമ്പിൻ്റെ ആ ദർപ്പമടക്കുന്ന ആ ഒരു സ്വഭാവത്തിലാണ് ആ കാളിയമർദ്ദന രൂപിയായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. അങ്ങനെ തൊഴുത് ആ അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മൾ അവിടുന്ന് ഇറങ്ങിയ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും അതേപോലെ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് അങ്ങനെ നേരെ വന്ന് ഗണേശനെ കണ്ട് തൊഴാനായിട്ട് പോരാം. അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി
വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിരി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ അനന്തശായിയായ അനന്തപത്മനാഭനെയും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടു തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അതും കണ്ട് ഇങ്ങനെ വന്ന് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ടു തൊഴുത് ശ്രീകൃഷ്ണനെയും കണ്ടു തൊഴാം. പിന്നീട് ആ മുരുകനെയും കണ്ടു തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. ആ താമരക്കണ്ണനെ അതേപോലെ കിഴക്ക് വശത്ത് മുകളിലേക്ക് നോക്കിയ കൊടിമരവും കണ്ട് തൊഴാം. പിന്നെ ആ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതി അമ്മയെ കണ്ട് തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അവിടുന്ന് പോന്ന് നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് തൊഴാം, പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടെ പ്രദർശനം ചെയ്ത് അങ്ങനെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് അങ്ങനെ നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വരിക. അങ്ങനെ ആ രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നീട് നേരെ വന്ന് നാരായണാലയത്തിൽ വന്ന് പൂന്താനം തിരുമേനിയെ പൂജിച്ചിരുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നെ ഭഗവതി നടയിലും ആ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാനെ ഒന്നുകൂടി നോക്കി തൊഴുത് തെക്കേ നടയിലുള്ള കൂവളത്തിൻ്റെ അവിടെ വന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിയെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.